അപ്രതീക്ഷിതമായി കെ ഹഫീസ് മേയറായതല്ല, ഉദയ ടീച്ചർ ഡെപ്യൂട്ടി മേയറായതല്ല. ഈ കോർപ്പറേഷനിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ UDF-കാരൻ വിയർപ്പൊഴുക്കി നേടിയതാണ് ഈ വിജയം. ആ പ്രവർത്തകർക്ക് സമർപ്പിക്കുകയാണ് ഈ വിജയം. ആ പ്രവർത്തകരോട് കൈയടിച്ച് സന്തോഷിച്ച കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ പ്രവർത്തനം ഇതുവഴി അവസാനിക്കുന്നതല്ല. കൊല്ലത്തെ 7-8 പേരെ കേരള നിയമസഭയിൽ എത്തിക്കണം. കൊല്ലം അസംബ്ലിയിലും ഇരവിപുരമടക്കം 11 പേരെ ജയിപ്പിക്കണമെന്ന് ആഗ്രഹമാണ് എൻ്റെത്. അത് ഞാൻ പങ്കുവയ്ക്കുന്നു. കുറഞ്ഞത് 8 പേരെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, അതും ഞാൻ പങ്കുവയ്ക്കുന്നു. ഇത്തവണ ഞാനും CR മഹേഷും മാത്രമാണ് ഉണ്ടായിരുന്നത്. 2016 ആരും ഉണ്ടായിരുന്നില്ല. 2016 ആരും ഉണ്ടായിരുന്നില്ല. കൊല്ലത്തു നിന്നും കോൺഗ്രസിന്റെ അംഗങ്ങളായി നിയമസഭയിൽ 2021 2 പേരുണ്ടായി, കരുനാഗപ്പള്ളിയിൽ നിന്നും കുണ്ട്രയിൽ നിന്നും. 2026 കേരളത്തിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിർണായക സാന്നിധ്യമുള്ള അംഗങ്ങൾ MLA-മാരായി കൊല്ലത്തുണ്ടാകും. അപ്പോ ഇതിനു വേണ്ടി പ്രവർത്തിച്ചതുപോലെയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം ഈ ഗവൺമെന്റിനെ ജനങ്ങൾ വെറുത്തതാണ്. ഞാൻ ഒരിക്കലും ഒരു ചായക്കടയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ലോക്കൽ ബോഡിയുടെ റിസൾട്ട് വന്നതിന് ശേഷം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇതൊരു ജനവിരുദ്ധ സർക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, സാർ അങ്ങനെ പറയുന്നു, അതിന് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് വല്ലാതായി. ഞാൻ വിചാരിച്ചു ഇയാളേത് മാർക്സിസ്റ്റുകാരനാണ്, ഞാനത് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നില്ല. അങ്ങനെ പറയുന്നു സാർ, അത് പറയാൻ പാടില്ല സാർ, ഇത് ജനവിരുദ്ധ സർക്കാരല്ല സാർ, ഇത് ജനം വെറുത്ത സർക്കാരാണ്. ജനവിരുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും സാറേ, ഇത് ജനം വെറുത്ത സർക്കാരാണ്. ആളുകൾ പറയുകയാണ്, എന്റെ സാറേ ഇത് മാർച്ചിന് മുമ്പ് ഇലക്ഷൻ നടത്താൻ വല്ല മാർഗമുണ്ടോ? ഇത് ജനുവരി നടത്താൻ പറ്റുമോ? ഈ ഗവൺമെന്റിനെ, ഈ കൊള്ള സംഘത്തെ, ആ കൊള്ള സംഘത്തെ നയിക്കുന്ന കൊള്ളത്തലവനെ കേരളത്തിന്റെ ഭരണത്തിൽ നിന്നും പുറത്താക്കാൻ കേരളത്തിന്റെ ജനത ആഗ്രഹിക്കുകയാണ്. നമ്മൾ ജനങ്ങളോട് പറഞ്ഞത് ജനകീയ പ്രശ്നങ്ങളാ. എന്തൊക്കെയാ ജനകീയ പ്രശ്നങ്ങൾ? വിലക്കയറ്റം നമ്മൾ പറഞ്ഞില്ലേ, തൊഴിലില്ലായ്മ നമ്മൾ പറഞ്ഞില്ലേ. വിലക്കയറ്റം എന്ന് വെറുതെ പറഞ്ഞതല്ല. CPI പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വിലക്കയറ്റമുള്ളത് കേരളത്തിലാണ്. ബിനോയ് വിശ്വത്തിന്റെ CPI പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വിലക്കയറ്റം തോന്നുന്നത് കേരളത്തിലാണ്. ഇവിടെ INTUC പ്രസിഡന്റ് ഉണ്ട്, ILO-യിൽ വരെ അംഗമായിരുന്ന ആളാണ് ശ്രീ ചന്ദ്രശേഖരനോട്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, NSSO. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ളത് കേരളത്തിലാണ്. ഇവിടെയാണ് മറ്റൊരു ശരിയാവുന്നത്. ഏത്? നമ്പർ 1 എവിടൊക്കെയാ? വിലക്കയറ്റത്തിൽ. എവിടൊക്കെയാ? തൊഴിലില്ലായ്മയിൽ. എവിടൊക്കെയാ? ആരോഗ്യ മേഖലയുടെ തകർച്ചയിൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, ഈ ചവറയിലുള്ള ഒരു തൊഴിലാളി, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു പാവപ്പെട്ട വേണു, ഈ ജില്ലാ ആശുപത്രിയിൽ നെഞ്ചുവേദന എടുത്തു വന്ന, ഇവിടെ ആൻജിയോഗ്രാമിന് സൗകര്യമില്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടതാ. നെഞ്ചുവേദന വന്ന് ആൻജിയോഗ്രാം എടുക്കാൻ പറഞ്ഞവൻ 5 ദിവസം കഴിഞ്ഞ് ആൻജിയോഗ്രാം എടുക്കാൻ പോയ ആളുണ്ടാവോ? അല്ല, 5 ദിവസവും ജീവിച്ചിരുന്നു. നെഞ്ചുവേദന വന്നു, അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കേണ്ട ആൾ 5 ദിവസം ജീവിച്ചിരുന്നു. 5ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ അൻവർ സാദത്തിന് വേണു വാട്സാപ്പിൽ ഒരു ശബ്ദ സന്ദേശം അയച്ചു. എന്റെ സ്നേഹിത, ഞാനിവിടെ വന്നിട്ട് 5 ദിവസമായി, ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു നായയ്ക്ക് കൊടുക്കുന്ന പരിഗണന പോലും എനിക്ക് ലഭിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ മരിച്ചു പോയേക്കാം. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഈ ശബ്ദ സന്ദേശം, എൻ്റെ ഈ വോയിസ് മെസ്സേജ്
നിങ്ങൾ പുറത്തു വിടണം. എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ മരിച്ചു പോയിട്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ഈ ആശുപത്രിയിൽ വരുന്ന എന്നെ പോലെ നിരപരാധികളായ നിസ്സഹായരായ മനുഷ്യർക്ക്, മറ്റൊരാൾക്ക് ഈ ഗതി വരാതിരിക്കാൻ ഈ വോയിസ് മെസ്സേജ് പുറത്തു വിടണമെന്ന് പറഞ്ഞു. ആ ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നമ്മൾ കേട്ടു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഞങ്ങളുടെ ഒരു വിഷയമാക്കി കൊണ്ടുവന്നതാണ്. കോടിക്കണക്കാവുന്ന അയ്യപ്പ ഭക്തർക്ക് വേദന ഉണ്ടാക്കിയ ഒരു കാര്യം വിഷയമാക്കണ്ടേ, ആക്കി. അപ്പൊ ഞങ്ങളെ സഹായിച്ചത് ഒരു പാട്ടാണ്. ഈ പാട്ട് പാടിയ ആളെ ഞങ്ങൾക്കറിയില്ല, ഈ പാട്ട് എഴുതിയ ആളെ ഞങ്ങൾക്കറിയില്ല, പാട്ട് സംഗീതം കൊടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത ആളെ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഈ പാട്ട് ആ വിഷയത്തെ ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരുന്നതിന് സഹായകരമായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അന്നേരം പെട്ടെന്ന് തോന്നിയതാണ്. ഞാൻ ആ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പോറ്റിയേ കേറ്റിയേ സ്വർണം ജമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂർത്തിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. കേരളത്തിൽ UDF പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് 100 സീറ്റിലാണ് ജയിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം 110 സീറ്റിൽ UDF കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, കോർപ്പറേഷൻ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതുപോലെ നമ്മളെല്ലാവരും, പ്രിയപ്പെട്ട ശ്രീ നാസറും INTUCയുടെ എല്ലാ സഹപ്രവർത്തകരും ഇങ്ങനെ മനോഹരമായ ഒരു വേദി ഈ ഞായറാഴ്ച വൈകുന്നേരം സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി പ്രിയങ്കരനായ ശ്രീ AK ഹഫീസ്, അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയന്റെ കൊല്ലത്തെ KSU, ഞങ്ങളൊക്കെ KSU എന്ന് പറഞ്ഞ ഒരു പൊതുവികാരത്തിൽ നിൽക്കുന്നവർ. ഞാനും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കൂടുതലെ ഒരു സാധാരണ KSU പ്രവർത്തകനായി വന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആകാനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആകാനും നിയമസഭയിൽ അംഗമാകാനും ഒക്കെ ഒരു KSUക്കാരനായതുകൊണ്ട് മാത്രം കഴിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ഒരു KSUക്കാരനായിരുന്ന കൊല്ലത്തെ ഏറ്റവും പ്രമുഖ KSU പ്രവർത്തകനായിരുന്ന ശ്രീ AK ഹഫീസ് അവിടെ നിന്നും കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിലും പിന്നീട് വിവിധ സാമൂഹിക, സാമുദായിക, സാംസ്കാരിക മണ്ഡലങ്ങളിലും ഒക്കെ പ്രവർത്തിച്ച്